Good morning students, welcome to this video. Formation of PN junction. ഒരു PN ജംഗ്ഷന്റെ ഫോർമേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. A PN junction can be formed by joining P-type material with N-type material using special fabrication technique. സ്പെഷ്യൽ ഫാബ്രിക്കേഷൻ ടെക്നിക് ഉപയോഗിച്ച് ഈ പി ടൈപ്പ് മെറ്റീരിയലിനെയും എൻ ടൈപ്പ് മെറ്റീരിയലിനെയും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. വെറുതെ പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് മെറ്റീരിയലും ജോയിൻ ചെയ്താൽ പി എൻ ജംഗ്ഷൻ ആവത്തില്ല. സ്പെഷ്യൽ ഫാബ്രിക്കേഷൻ ടെക്നിക് ഉപയോഗിച്ച് പി ടൈപ്പ് മെറ്റീരിയലിനെയും എൻ ടൈപ്പ് മെറ്റീരിയലിനെയും ജോയിൻ ചെയ്യുമ്പോഴാണ് പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു പി എൻ ജംഗ്ഷൻ ആണ് പഠിക്കുന്നത്. വോൾട്ടേജ് ഒന്നും എക്സ്റ്റേണൽ വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. വാട്ട് വിൽ ഹാപ്പൻ? നമുക്കറിയാം, പി ടൈപ്പ് മെറ്റീരിയൽ കണ്ടെയ്ൻസ് ലാർജ് നമ്പർ ഓഫ് ഹോൾസ്. പി ടൈപ്പ് മെറ്റീരിയൽ ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ഉണ്ട്. പി ടൈപ്പിൽ മെജോറിറ്റി കാരിയർ എന്ന് പറയുന്ന ഹോൾ ആണ്. എൻ ടൈപ്പ് മെറ്റീരിയൽ കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺ. എൻ ടൈപ്പിൽ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി പി ടൈപ്പിൽ ഹോൾസിനെ കൂടാതെ നെഗറ്റീവ് ചാർജ് ഉള്ള ഇമ്മൊബൈൽ അയോൺ ഉണ്ട്. ഓർത്തിരിക്കേണ്ടതാണ്. പി ടൈപ്പിൽ മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഹോൾസ് ആണ്. ഹോൾസിന് പോസിറ്റീവ് ചാർജ് ആണ്. ഹോൾസിനെ കൂടാതെ നെഗറ്റീവ് ചാർജ് ഉള്ള ഇമ്മൊബൈൽ അയോൺ ഉണ്ട് പി ടൈപ്പ് മെറ്റീരിയൽ. എൻ ടൈപ്പ് മെറ്റീരിയൽ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതാണ് മെജോറിറ്റി കാരിയേഴ്സ്. ഫ്രീ ഇലക്ട്രോൺസിനെ കൂടാതെ പോസിറ്റീവ് ചാർജ് ഉള്ള ഇമ്മൊബൈൽ അയോൺസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ട ഒരു വസ്തുത, എൻ ടൈപ്പിൽ ഹോൾസിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. പി ടൈപ്പിൽ ഹോൾസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അതുകൊണ്ട് ഹോൾസ് ഫ്രം പി റീജിയൻ വിൽ ഡിഫ്യൂസ് ഇൻടു ഹോൾസ് ഫ്രം, ഇത് പി സൈഡ് ആണ്, പി റീജിയൻ ആണ്. അവിടെയുള്ള ഹോൾസ് എൻ റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്ന് ഇലക്ട്രോൺസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. നമുക്കറിയാം, ഹോൾസിന് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. പി സൈഡിലുള്ള ഹോൾസ് എൻ സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്ന് ഫ്രീ ഇലക്ട്രോൺസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ് കാരിയർ ഹൈ കോൺസെൻട്രേഷൻ ഉള്ള റീജിയനിൽ നിന്ന് ലോ കോൺസെൻട്രേഷൻ ഉള്ള റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, പി സൈഡിൽ ഹോൾസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, എൻ സൈഡിൽ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹോൾസ് കോൺസെൻട്രേഷൻ കൂടുതലുള്ള പി സൈഡിൽ നിന്ന് കോൺസെൻട്രേഷൻ കുറവുള്ള എൻ സൈഡിലേക്ക് മൂവ് ചെയ്യും. ആ സമയത്ത് അത് എൻ സൈഡിലുള്ള ഫ്രീ ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യും. സോ വി ക്യാൻ സേ ദാറ്റ് ഹോൾസ് ഫ്രം പി സൈഡ് will diffuse into N region and recombine with the free electron. P സൈഡിലുള്ള ഹോൾസ് N സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്ന് N സൈഡിലുള്ള ഫ്രീ ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ N സൈഡിലുള്ള ഫ്രീ ഇലക്ട്രോൺ എന്ത് ചെയ്യും? N സൈഡിലുള്ള ഫ്രീ ഇലക്ട്രോൺ will diffuse into P region and recombine with the holes. നമുക്കറിയാം, എൻ സൈഡിൽ ഫ്രീ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, പി സൈഡിൽ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രീ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കൂടുതലുള്ള റീജിയനിൽ നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് എന്തോ ചെയ്യും? ഡിഫ്യൂഷൻ നടത്തും. അപ്പോൾ എൻ സൈഡിൽ ഫ്രീ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, പി റീജിയനിൽ കുറവാണ്. അതുകൊണ്ട് N സൈഡിലുള്ള ഫ്രീ ഇലക്ട്രോൺ വിൽ ഡിഫ്യൂസ് ഇൻടു പി റീജിയൻ ആൻഡ് റീകമ്പൈൻ വിത്ത് ഹോൾസ്. ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ഇപ്പോൾ ഇവിടെ രണ്ട് പ്രോസസ് നടന്നു കഴിഞ്ഞു. പി റീജിയനിലുള്ള ഹോൾസ് എൻ റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്ന് ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യും. എൻ റീജിയനിലുള്ള ഫ്രീ ഇലക്ട്രോൺ പി സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്ന് ഹോൾസുമായിട്ടും റീകമ്പൈൻ ചെയ്യും. ഫ്രീ ഇലക്ട്രോൺസ് ഇൻ N region will diffuse into P region and recombine with holes.
എൻ റീജിയനിലുള്ള ഫ്രീ ഇലക്ട്രോൺ ഡിഫ്യൂസ് ചെയ്ത് പി റീജിയനിലേക്ക് വരികയും ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യുകയും ചെയ്യും. അതേസമയം പി റീജിയനിലുള്ള ഹോൾസ് എൻ സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്ന് ഫ്രീ ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. പി റീജിയൻ ഹോൾസ് ആണ് കൂടുതൽ, അത് എൻ റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്ന് ഫ്രീ ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യും. അതേസമയം എൻ സൈഡിൽ ഫ്രീ ഇലക്ട്രോൺ ആണ് കൂടുതൽ, അത് പി സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്ന് ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ഓക്കെ, ഇങ്ങനെ പി സൈഡിലുള്ള ഹോൾസ് എല്ലാം എൻ സൈഡിലേക്ക് മൂവ് ചെയ്ത് വന്ന് അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്ത് വന്ന് ഫ്രീ ഇലക്ട്രോൺസുമായിട്ട് റീകമ്പൈൻ ചെയ്താൽ ബാക്കി അവിടെ അവശേഷിക്കുന്നത് ഈ നെഗറ്റീവ് ചാർജുള്ള ഇമ്മൊബൈൽ അയോൺസ് ആണ്. അങ്ങനെ വന്നാൽ അവിടെ ബാക്കി അവശേഷിക്കുന്നത് നെഗറ്റീവ് ചാർജുള്ള ഇമ്മൊബൈൽ അയോൺസ് ആണെങ്കിൽ ഈ പി സൈഡിന് ഒരു നെറ്റ് നെഗറ്റീവ് ചാർജ് കൈവരും. ഓക്കെ, പി സൈഡിൽ നിന്ന് ഹോൾസ് എല്ലാം ഡിഫ്യൂസ് ചെയ്ത് വന്ന് എൻ റീജിയനിലുള്ള ഫ്രീ ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്താൽ ബാക്കി അവിടെ റിമൈൻ ചെയ്ത് അല്ലെങ്കിൽ അവശേഷിക്കുന്നത് നെഗറ്റീവ് ചാർജുള്ള ഇമ്മൊബൈൽ അയോൺ ആണ്. അങ്ങനെയാണെങ്കിൽ പി സൈഡിന് ഒരു നെറ്റ് നെഗറ്റീവ് ചാർജ് കൈവരും. ഓക്കെ, when a hole is moved from P side to N side, there forms a net negative charge at P side due to this immobile negative ion. ഇപ്പോൾ ഹോൾസ് പി സൈഡിൽ നിന്ന് എൻ സൈഡിലേക്ക് മൂവ് ചെയ്ത് ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യുമ്പോൾ ഈ പി സൈഡിൽ അവശേഷിക്കുന്നത് അല്ലെങ്കിൽ റിമൈൻ ചെയ്യുന്നത് നെഗറ്റീവ് ചാർജുള്ള ഇമ്മൊബൈൽ അയോൺ ആണ്. അങ്ങനെ ഹോൾസ് പോയി കഴിഞ്ഞാൽ അവിടെ അവശേഷിക്കുന്നത് നെഗറ്റീവ് ചാർജുള്ള ഇമ്മൊബൈൽ അയോൺ ആണ്. അങ്ങനെ പി സൈഡിന് ഒരു നെറ്റ് നെഗറ്റീവ് ചാർജ് കൈവരും. അതേപോലെ എൻ സൈഡിലുള്ള ഒരു ഫ്രീ ഇലക്ട്രോൺ ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്ത് വന്ന് ഈ പി എസ് സൈഡിലുള്ള ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യുമ്പോൾ ഈ എൻ സൈഡിൽ അവശേഷിക്കുന്നത് പോസിറ്റീവ് ചാർജുള്ള ഇമ്മൊബൈൽ അയോൺ ആണ്. അപ്പോൾ ഈ എൻ സൈഡിൽ നിന്ന് ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം പി സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യുമ്പോൾ എൻ സൈഡിൽ അവശേഷിക്കുന്നത് പോസിറ്റീവ് ചാർജുള്ള ഇമ്മൊബൈൽ അയോൺ ആണ്. അങ്ങനെ വന്നാൽ എൻ സൈഡിന് നെറ്റ് പോസിറ്റീവ് ചാർജ് കൈവരും. When an electron is moved from N side to P side, there forms a net positive charge at N side due to the presence of this immobile positive ion. അതായത് എൻ സൈഡിൽ നിന്ന് ഫ്രീ ഇലക്ട്രോൺ പി സൈഡിലേക്ക് മൂവ് ചെയ്ത് വന്ന് ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്യുമ്പോൾ എൻ സൈഡിൽ അവശേഷിക്കുന്നത് ഈ പോസിറ്റീവ് ചാർജുള്ള ഇമ്മൊബൈൽ അയോൺ മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ എൻ സൈഡിന് ഒരു നെറ്റ് പോസിറ്റീവ് ചാർജ് കൈവരും. ഞാൻ നേരത്തെ മുമ്പേ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പി സൈഡിൽ നിന്ന് ഹോൾസ് എല്ലാം വന്ന് എൻ സൈഡിലുള്ള ഫ്രീ ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പി സൈഡിൽ പിന്നെ അവശേഷിക്കുന്നത് നെഗറ്റീവ് ചാർജുള്ള ഈ ഇമ്മൊബൈൽ അയോൺ ആണ്. അങ്ങനെ വന്നാൽ പി സൈഡിന് ഒരു നെറ്റ് നെഗറ്റീവ് ചാർജ് കൈവരും. അതേപോലെ എൻ സൈഡിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം പി സൈഡിലേക്ക് വന്ന് ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്താൽ എൻ സൈഡിൽ അവശേഷിക്കുന്നത് ഈ പോസിറ്റീവ് ചാർജുള്ള ഇമ്മൊബൈൽ അയോൺസ് ആയിരിക്കും. അങ്ങനെ വന്നാൽ എൻ സൈഡിന് ഒരു നെറ്റ് പോസിറ്റീവ് ചാർജ് കൈവരും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു നിർത്തിയത് ഈ ഒരു പ്രോസസ് മൂലം ഈ പ്രോസസ് മൂലം എൻ സൈഡിന് നെറ്റ് പോസിറ്റീവ് ചാർജും പി സൈഡിന് നെറ്റ് നെഗറ്റീവ് ചാർജും കൈവരും. കാരണം പി സൈഡിൽ അവശേഷിക്കുന്നത് നെഗറ്റീവ് ചാർജുള്ള ഇമ്മൊബൈൽ അയോണും എൻ റീജിയനിൽ അവശേഷിക്കുന്നത് പോസിറ്റീവ് ചാർജുള്ള ഇമ്മൊബൈൽ അയോണുമാണ്. അങ്ങനെ വന്നാൽ എൻ സൈഡിന് ഒരു നെറ്റ് പോസിറ്റീവ് ചാർജും പി സൈഡിന് ഒരു നെറ്റ് നെഗറ്റീവ് ചാർജും കൈവരും. ഓക്കെ.